സൺഡേ ആയിട്ട് എല്ലാവർക്കും എന്താ പരിപാടി? നമ്മളിന്ന് എവിടേക്കാ പോകാൻ പോണേ? ഞങ്ങൾ ഇന്ന് ഫോറം മാളിൽ പോകാൻ പോവാണ് കേട്ടോ. അപ്പം റെഡി ആവുന്നേ ഉള്ളൂ. കണ്ണേട്ടനും റെഡി ആവുന്നു. ഫോറം മാളിൽ പോവാണ്. കണ്ണേട്ടനെ കൊണ്ടുപോകണില്ലാന്ന് വിചാരിച്ചു. ഞാൻ പറയട്ടെ, ഞാൻ മുടി വെട്ടി തന്നെയുണ്ട്. ഇറ്റ്സ് ഓസം. താങ്കളുടെ അഭിപ്രായം അല്ല ചോദിച്ചു. നോക്കട്ടെ, ബാക്ക് സൈഡ് ഒക്കെ കണ്ടു. ഹെയറിന്റെ നന്നായിട്ട് കണ്ടു. ആദ്യത്തെ ദിവസം നന്നായിട്ട് പറഞ്ഞില്ല, അവിടെ ചോദിച്ചു. ഞാൻ പറഞ്ഞു കേട്ടോ, ഞാൻ വന്നപ്പോഴേ പറഞ്ഞു. ബട്ട് എൻ്റെ അമ്മ പറഞ്ഞു നന്നായിട്ടുണ്ട്. ഫോറമോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പോണത്, പക്ഷെ ചിലപ്പോൾ വഴി തിരിച്ച് ലുലുവിലേക്കാക്കല്ലേ ഫോറം. ചിലപ്പോൾ ഞങ്ങൾ ഫോറം മോളിൽ തന്നെ എത്തും. മറ്റേ സിനിമയിൽ പറയുന്ന പോലെ ഭൂമി ഉരുണ്ടതാണല്ലോ അല്ലേ? എറണാകുളം ഭൂമിയിലുള്ളതല്ലേ? അപ്പൊ അങ്ങനെ അപ്പൊ പോണന്റെ ഇടയിൽ കൂടെ ഞങ്ങൾക്ക് കുറച്ച് റീൽസ് ഒക്കെ എടുക്കണം, അങ്ങനെ കുറച്ച് പ്ലാൻ പരിപാടികളെല്ലാം ഉണ്ട് അല്ലേ? ഇന്നെങ്കിലും ഞങ്ങൾ ഫുള്ള് വ്ളോഗ് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കും അല്ലേ? എന്റെ എല്ലാ ഉത്തരവാദിത്വം ഞാൻ ഭവതിക്ക് കൈമാറി. കാരണം ഞങ്ങൾ എന്ന് വീഡിയോ എടുക്കാൻ തുടങ്ങിയ അന്ന് അടിയായിരിക്കും. പക്ഷെ ഞങ്ങളുടെ വീഡിയോ അടിയാന്ന് കണ്ട ആരെങ്കിലും പറയോ? ഞങ്ങൾ കഴിക്കലൊക്കെ കഴിഞ്ഞു, രാവിലത്തെ കഴിക്കലൊക്കെ കഴിഞ്ഞു. ഇന്ന് രണ്ടുപേർക്കും ഓഫാണ്. ഹെയർ കട്ട് കണ്ടെന്ന് പറയണം. ലെങ്ത് കുറച്ച് കണ്ടുപിടിക്കുക. അപ്പോൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബെൽ ബട്ടൺ ഒരിക്കലും മറക്കരുതല്ലേ? അതെ. അപ്പൊ അങ്ങനെ ഇപ്പൊ എങ്ങനെയാ പോകുന്നേന്നുള്ളത് നമ്മൾ ഇനി ഫിക്സ് ചെയ്തിട്ടില്ലല്ലോ. അപ്പൊ അതിന്റെ എന്തായാലും നമ്മൾ ബാക്കി വിവരങ്ങളെല്ലാം ഇതിന്റെ പുറകെ നമുക്ക് കാണിക്കും. അപ്പൊ വീഡിയോ എൻഡ് വരെ കാണാം. ഭയങ്കര വെയിലുണ്ടല്ലേ? എനിക്ക് ഹെൽമെറ്റ് ഇടണം. കൈ നോക്കി ആണ് നമ്മുടെ ക്രൗൺ പ്ലാസ. അവിടെ കണ്ടോ? അതാണല്ലേ അമേരിക്ക. എന്താ ബിൽഡിംഗ് നമ്മൾ റീച്ച് ചെയ്തു. പണി കിട്ടിപ്പോയി. എന്താ പണി? പാർക്കിങ് ഞാൻ അവസാനം 1/2 കിലോമീറ്റർ അപ്പുറം നിർത്തേണ്ടി വന്നു. കണ്ട നമ്മുടെ ചക്ക നിൽക്കണണ്ട അവിടെ നിന്നാണ്. അങ്ങനെ ഇനി നമുക്ക് 1/2 കിലോമീറ്റർ നടക്കണം. ഗർഭിണിയല്ലേ, കുറച്ച് നടത്താവാം. പക്ഷെ എനിക്കതിന്റെ ആവശ്യമില്ലല്ലോ. ഗർഭിണനും നടക്കണം. വെയിലത്ത് ഇങ്ങനെ നടക്കും. എന്താ നോക്കിയ ഇത് ഭയങ്കര ഡിഫറെന്റ് ആണ്. നമ്മൾ ലുലുവായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഭയങ്കര ഡിഫറെന്റ് ആണ്. നല്ല വാസന വരുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇത് ഡിഫറെന്റ് ആയിട്ടില്ലേ? അതെ. എന്താ ഒരു കാര്യം പറഞ്ഞ? കണ്ണേട്ടന് പി അടിച്ചു. നടത്താൻ മാറി. അല്ല, എവിടെ ചെല്ലുമ്പോഴും കണ്ണേട്ടന് ആ സെൻസർ ഇല്ലേ, അതടിക്കും. ഇന്നും കണ്ണേട്ടൻ അടിച്ചു. എനിക്ക് 2 എണ്ണ. അതെന്താ കാരണം അറിയോ? എന്റെ മുമ്പിൽ നീയല്ലേ നടക്കണത്, നീയാണെങ്കിൽ എന്നെ മോഷ്ടിച്ചോണ്ടാ പോണത്. അപ്പൊ അത് കണ്ണേട്ടന് എവിടെ പോയാലും എന്തെങ്കിലും പോക്കറ്റിലിട്ട് കൊണ്ടുവരിക. അതാ പറഞ്ഞത്, എന്തെങ്കിലും നമ്മള് ഐറ്റംസോ കാര്യങ്ങളോ അടിച്ചു മാറ്റി പോകുമ്പോഴാണ് സാധാരണ അടിക്കുക. അപ്പൊ നീ പാസ് ചെയ്ത് നീ പിന്നിലാണ് എന്നെ വെച്ചിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഉണ്ടായി കേട്ടോ, 2-3 തവണ ഉണ്ടായില്ലേ? പക്ഷെ ഞങ്ങള്
ലാസ്റ്റ് ഞങ്ങൾ സെക്യൂരിറ്റിയുടെ അടുത്ത് ചൂടായി, എന്തത് വെറുതെ കിടന്ന് അടിക്കുക. പിന്നെ വീട്ടിൽ വന്നപ്പോഴാണ് കണ്ടിട്ട് സാധനം കിട്ടിയത്. ആ നമുക്കിനി ഫേവറേറ്റ് ഞാൻ ഇതിന്റെ സ്ട്രക്ചർ ആട്ടോ ഭയങ്കരമായിട്ട് രസമായിട്ടുള്ളത്. സ്റ്റാർബക്സ് കോഫീസ് ഐറ്റംസ് ഇവിടെ ഒരു 10 രൂപയില്ല തോന്നുന്നു, 5 രൂപയല്ലേ നമ്മളിത് വാങ്ങിയതിന്. ബ്രൂ കോഫിയുടെ സാഷ വാങ്ങിയതിന് ആ കോഫി ഞാൻ വീട്ടിലുണ്ടാക്കി തരാം. 315 രൂപ എനിക്ക് ഉണ്ടാക്കി തന്നാൽ മതി. അല്ല അതുപോലെ ഞാൻ ഉണ്ടാക്കി തരാം. 315 രൂപ എനിക്ക് തന്നാൽ മതി. കാരണം എനിക്ക് കോൾഡ് വേണോ ക്യാപ്പുച്ചിനോ വേണോ എന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്താ ഇങ്ങനെയൊക്കെ ആൾക്കാരെ പറ്റിക്കാൻ പാടോ? അപ്പോൾ എൻ്റെ കയ്യിലെ ലിപ്സ്റ്റിക്കിൻ്റെ എക്സ്പയറി കഴിയാറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ പിന്നെ പോയത് ലിപ്സ്റ്റിക്ക് നോക്കാനാണ്. New Lavway multi-layer sticks for that ultimate face definition. ബ്രൗൺ ഷെയ്ഡാണത്, പക്ഷേ നമ്മുടെ സ്കിൻ ടോണെ കുറച്ചുകൂടെ കർണാടക എങ്ങനെയുണ്ട്? നല്ല ബോറല്ലേ. അത് ഇതല്ലേ ലൈറ്റിൻ്റെ അല്ലേ? എന്ത് വെയിറ്റ് നിൽക്കുക? ഒറിയോ ചോക്കോ ചിപ്പ് വേറെ ഒറിയോ ചോ. ഞാൻ വേണമെങ്കിൽ ഇപ്പോൾ ഇതൊന്ന് ക്യാൻസൽ ചെയ്യാം. എന്താ രണ്ടോട്ട് വെച്ചിക്കണേ? ഇവിടെ പുറത്തത്തെ ആംബിയൻസ് മാത്രമേ ഉള്ളൂ, ഉള്ളിൽ ഭയങ്കര പക്ഷെ രസമുണ്ട്, അറ്റ്മോസ്ഫിയർ രസമുണ്ട്. ലുലു ബെറ്റർ. ലുലുവിലത്തെ ഫുഡൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം അല്ലേ? ലുലുവിലത്തെ ഫുഡൊക്കെയാണ് ഞങ്ങൾക്ക് ഇഷ്ടം. ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ലുലു ഇവിടെ വന്ന കാര്യങ്ങളൊന്നും നടന്നില്ല. കുറേ എക്സ്പെക്ടേഷൻ ആയിരുന്നു കുട്ടിക്ക് ഇവിടെ വരുന്നവരെ. അത് ശരിയാട്ടോ, ഞാൻ തന്നെ കണ്ണൻ്റെ അടുത്ത് പറഞ്ഞത് നമുക്ക് ഫോറം മോളിൽ പോകാം. അതായത് അത്രയും ഹൈപ്പ് ഇട്ടുണ്ടായിരുന്നു തുടങ്ങിയ സമയത്തല്ലേ? കേട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ കേട്ടിട്ടില്ല. ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ കണ്ണനോട് പറഞ്ഞു, ഞാൻ ന്യൂസിലൊക്കെ കണ്ടത് കൊച്ചിയിൽ ആദ്യമായിട്ട് ഫോറം മോൾ തുടങ്ങാൻ പോവാ. അത് ബാംഗ്ലൂരിലുള്ള ഔട്ട്ലെറ്റ് ആണ്. അപ്പൊ അവരിവിടെ തുടങ്ങാൻ. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാൻ ഇവിടെ വലിയ കാര്യമില്ല. അത് കാരണം ഞാൻ നിങ്ങൾക്കൊന്നും കാണിക്കാനൊന്നും പക്ഷെ ആംബിയൻസ് അതൊക്കെ കൊള്ളാം. പുറത്തൊക്കെ വീഡിയോ എടുക്കാൻ മാത്രമായിട്ടൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല, അതിനുള്ളതൊന്നും ക്യാപ്ചർ ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നമുക്ക് നോക്കാം എന്താണ് കാണിക്കാൻ പറ്റുന്നത്. അതെ, എന്താ പോയോ? എനിക്കറിയാം, ഫുഡിങ്ങിനല്ലേ പോണ്. പിന്നെ ഒരു ഉദ്ദേശം അതല്ല, ഒരു ഉദ്ദേശം എന്താ അറിയാം? അവിടുന്ന് ഞങ്ങൾ ആദ്യം നമ്മുടെ പെറ്റ്സിനെ കാണുന്നതായിരിക്കും. പിഞ്ചസിനെ നമ്മൾ വാങ്ങിക്കണം. അതൊക്കെ പിഞ്ചിനെ വാങ്ങിക്കണം എന്നായിരുന്നില്ല, ഫിഷിനെ കണ്ടത് അവിടുന്നായിരുന്നു. അപ്പോൾ നോക്കാം അവിടെ നമുക്ക് എന്തൊക്കെ പകർത്താൻ പറ്റും നോക്കാം അല്ലേ? അപ്പോൾ അവിടെ നമ്മൾ ഹോട്ടൽ റെസ്റ്റോറൻറ്റ്. അത് നമ്മുടെ നാട്ടിലുള്ള ഒരു ഇതാണല്ലേ, ഹോട്ടലും റെസ്റ്റോറൻറ്റും സെയിം. ഇവിടെയും കൂടി ലുലു മോളിൽ പോകാന്ന് പറഞ്ഞിട്ട് ഓപ്പറ മോൾ എന്താണ് ഫോറം മോളിൽ ഇറങ്ങിയത്. പക്ഷേ കുട്ടിക്ക് പോകേണ്ട വലിയ ക്ഷീണമാണോ ഛർദ്ദിക്കാൻ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഫുഡ് കഴിക്കാൻ മാത്രം പ്രശ്നമില്ല. നല്ല ഫുഡ് കഴിച്ചിട്ടാണ്. ഫുഡ് വന്നു. നമ്മൾ ബീഫ് റോസ്റ്റും നൂൽ പൊറോട്ടയും ചപ്പാത്തിയും ആണ് കഴിക്കുന്നത്. സ്റ്റാർട്ട്.
ഫുഡ് കഴിക്കട്ടെ. ഫുഡ് കഴിച്ച് എങ്ങനെയുണ്ട്? നല്ല ജ്യൂസി ആയിട്ടില്ലേ? ഫുഡ് ഫിനിഷ് ചെയ്തു. ഇത് സൂപ്പറായിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ച് തിരിച്ച് വീട്ടിലെത്തിയിട്ട് ഞങ്ങൾ കൂളിംഗ് ഗ്ലാസ് ഇട്ടുള്ള പ്രഹസനം കാണിക്കാൻ മറന്നില്ല. അങ്ങനെ വീട്ടിലെത്തിയിട്ട് ഇനി കുറച്ച് നേരം റെസ്റ്റ് എടുക്കട്ടെ. ഭയങ്കര ടയേർഡായിരുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.